യേശുവിൻ്റെ ജ്ഞാനസ്നാനം. യോഹന്നാൻ ശ്ലീഹ പാപികളായ മനുഷ്യരോട് പാപപരിഹാരത്തിനു വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ പാപമില്ലാത്ത ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ മുന്നോട്ട് വന്നു. ഈ ഒരു ജ്ഞാനസ്നാനം വരാനിരിക്കുന്ന കുരിശിലെ ജ്ഞാനസ്നാനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. അതിനെക്കുറിച്ച് ഈശോ ലൂക്കായുടെ സുവിശേഷം അധ്യായം 12:50 പറയുന്നു, എനിക്ക് ഒരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഞെരുങ്ങുന്നു. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഞെരുങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായത്? കുരിശിലെ വേദനയെക്കുറിച്ച് ഓർത്തപ്പോഴല്ല, മറിച്ച് കുരിശിൽ താൻ ഏറ്റെടുക്കുന്ന മനുഷ്യകുലത്തിൻ്റെ എല്ലാ പാപങ്ങളുടെയും ആ കഠോരമായ വേദനയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഈശോ ഞെരുങ്ങുന്നത്. അങ്ങനെ ഈശോ ബലിയായിട്ട് നമുക്കെല്ലാവരും പാപത്തിനു വേണ്ടി ബലിയായി കുരിശിൽ തന്നെ സമർപ്പിച്ചു. ഈശോയ്ക്ക് നന്ദി ആയതിനാൽ ഇന്ന് നമ്മൾ പാപത്തിൽ നിന്നും മോചിതരായി അതിന് ക്ഷമ ലഭിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.